ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര അത് എവിടെ എത്തിയെന്ന് അറിയണം. നമ്മുടെ റിപ്പോർട്ടർമാരുണ്ട് സന്നിധാനത്ത്. ശ്രീജിത്തും അനുമോദുമുണ്ട്. ഞാൻ അവരിലേക്കൊന്ന് പോയി വരാം. അനുമോദ്, ശ്രീജിത്ത്, ഈ തിരുവാഭരണ ഘോഷയാത്ര അത് എവിടെ എത്തി? എന്തായാലും ഈ നമ്മുടെ നാട് മുഴുവൻ വിശ്വാസികൾ മുഴുവൻ കാത്തിരിക്കുകയാണ് പൊന്നമ്പലമേട്ടിൽ ജ്യോതി, ദിവ്യജ്യോതി തെളിയുന്നത് കാണാനായിട്ട്. അതിനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഭക്തരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് സഫലമാകാൻ പോകുന്നത്. അപ്പോൾ എന്തായി കാര്യങ്ങളൊക്കെ, എവിടെ എത്തി ഈ ഘോഷയാത്ര? അപ്പം അറിയേണ്ടത്, ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തുമ്പോൾ തിരുമുറ്റത്ത് നിയന്ത്രണങ്ങളുണ്ടോ? ഇപ്പോൾ എവിടെയൊക്കെയാണ് നിയന്ത്രണങ്ങളുള്ളത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭവ്യ, എല്ലായിടത്തും നിയന്ത്രണങ്ങളുണ്ട്. എല്ലായിടത്തും നിയന്ത്രണങ്ങളിലൂടെയാണ് ഈ സന്നിധാനം കടന്നു പോകുന്നത്. ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ തിരുമുറ്റത്ത് പ്രവേശനമുള്ളത്. ഏറ്റവും പുതിയ വിവരം നമുക്ക് നൽകാൻ കഴിയുന്ന തിരുവാഭരണ ഘോഷയാത്ര ശബരിപീഠം പിന്നിട്ട് മരക്കൂട്ടത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അല്പസമയം കൂടി കഴിഞ്ഞാൽ, ഏതാണ്ട് അരമണിക്കൂറോട് കഴിഞ്ഞാൽ തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിച്ചേരും. നമുക്ക് തിരുനടയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. തന്ത്രി ഈ ഉദ്യോഗസ്ഥ സംഘത്തിന് മാലയിട്ടുകൊണ്ട് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ആശീർവദിച്ച് ക്ഷേത്രനടയ്ക്കുള്ളിൽ നിന്ന് പൂജിച്ച മാലകൾ അണിയിച്ച് വിടുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നേരത്തെ പറഞ്ഞ പോലെ ഈ മാലയിട്ട് എത്തുന്ന സംഘമാണ് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുക. അതിനുശേഷം തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലാണ് സ്വീകരണം. അവിടെ നിന്ന് വാദ്യഘോഷ മേളങ്ങളോടെ ഒരു വലിയ ഘോഷയാത്രയായി തന്നെ ഇത് ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നു. തീവട്ടി ഉൾപ്പെടെയുള്ളവ, അങ്ങനെ ഈ എന്താ പറയുക, എല്ലാ തരത്തിലും ഒരു ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായുള്ള ഘോഷയാത്രയായി മാറുകയാണ് ഇത്. അത് ഏതാണ്ട് 6:30 ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നു. ഈ ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഈ സ്വീകരിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ അവർ ഈ 18-ാം പടി, ഈ മാലയിട്ട് ചവിട്ടുന്നു എന്നുള്ളതാണ്. അതായത് 18-ാം പടി ചവിട്ടാൻ പന്തള രാജാവിനാണ് അർഹതയുള്ളത്, അനുവാദമുള്ളത്. അതുകൂടാതെ ഈ തങ്കേങ്കി ഘോഷയാത്രയും തിരുവാഭരണ ഘോഷയാത്രയും സ്വീകരിക്കാൻ വേണ്ടി ഏതാണ്ട് 25 പേരടങ്ങുന്ന സംഘത്തെ അയക്കാറുണ്ട്. ആ സംഘത്തിനും ഇരുമുടിയില്ലാതെ 18-ാം പടി ചവിട്ടാം എന്നുള്ളതാണ് പ്രത്യേകത. അതിനുവേണ്ടിയാണ് ഇപ്പോൾ തന്ത്രി അവരെ അനുഗ്രഹിച്ച് വിടുന്നത്. വൈകാതെ അവർ ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് മാളികപ്പുറം വഴി തൊട്ടിപ്പുറത്തേക്ക് എത്തി വീണ്ടും വലിയ നടപ്പന്തൽ വഴി ശരംകുത്തിയിലേക്ക് പോകും. അവരും ഏതാണ്ട് 5:30 തന്നെ അവിടേക്ക് എത്തിച്ചേരും. വളരെ വേഗത്തിൽ എത്തിച്ചേരും. കാരണം നിലവിൽ ഇവിടെ ആരും ഭക്തരില്ല. വലിയ നടപ്പന്തലുള്ള ഭക്തരെ അടക്കം നേരത്തെ ദർശനത്തിന് കയറ്റി വിട്ടിരുന്നു. അങ്ങനെ ശബരിമല സന്നിധാനത്തിലേക്കുള്ള വഴിയിൽ, അതായത് തിരുവാഭരണം കടന്നു വരുന്ന വഴിയിൽ ഒരിടത്തും ഭക്തരെ തമ്പടിക്കാൻ അനുവദിച്ചിട്ടില്ല. അങ്ങനെ ആ ഒരു സംഘം ഈ വളരെ വേഗത്തിൽ ശരംകുത്തിയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ഏതാണ്ട് 5:45 അവിടെ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര വലിയ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ സന്നിധാനത്തേക്ക് വരികയാണ്. അതായത് നമ്മൾ കാത്തുനിരുന്ന മണിക്കൂറുകൾ എന്ന് പറഞ്ഞത് ഇനി മിനിറ്റുകളായി ചുരുങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം തന്നെ ഏതാണ്ട് 5:15 പതുക്കെ മാനം പതുക്കെ ഇരുട്ടിലേക്ക്, സന്ധ്യയിലേക്ക് മായുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഏതാണ്ട് മണിക്കൂറുകൾ എന്ന് പറയാൻ തന്നെ ഇല്ല. പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ഈ സന്നിധാനം ഒരുങ്ങിയാണ്. അനുമോദ്, ഏതാണ്ട് എല്ലായിടത്തും ഭക്തർ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. എല്ലായിടത്തും ഇവിടെ നിൽക്കാൻ കഴിയുന്ന, ഈ ദർശനം നടത്താൻ കഴിയുന്ന എല്ലായിടത്തും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം കൊണ്ട് ശബരിമല സന്നിധാനം നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. മകരവിളക്കിനായി മകര സംക്രമത്തിൻ്റെ പൂജ കഴിഞ്ഞ് ഇനി മകരജ്യോതിക്കുള്ള കാത്തിരിപ്പാണ്. അതേസമയം തന്നെ തിരുവാഭരണത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് സന്നിധാനമുള്ളത്. ഇവിടെ നമുക്ക് കാണാം, തിരുവാഭരണം ഏറ്റുവാങ്ങാനുള്ള ഉദ്യോഗസ്ഥർ അവരുടെ പുറപ്പെടൽ അല്പസമയത്തിനകം തന്നെ നടക്കും. ഇപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള മാല ചാർത്തൽ ചടങ്ങാണ് ശ്രീകോവിലിന് മുൻപിലുള്ളത്. ഒപ്പം പോകാനുള്ളവരും ഇതിനോടകം തന്നെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം അവർ സന്നിധാനത്ത് നിന്നും ശരംകുത്തിയിലേക്ക് യാത്രയാകും. ശരംകുത്തിയിൽ വെച്ചാണ് ഈ ഒരു തിരുവാഭരണത്തെ ക്ഷേത്രം സ്വീകരിക്കുന്നത്, ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത്. അവിടെ വെച്ച് ഇത് ഏറ്റുവാങ്ങിയ ശേഷം
പിന്നീട് തിരിച്ച് സന്നിധാനത്തേക്ക് എത്തുന്നു. ഏറ്റവും പ്രധാനമായത് ഈ തിരുവാഭരണത്തിൻ്റെ 18ാം പടി കയറിയുള്ള ഒരു വരവാണ്. ആഭരണങ്ങൾ നമുക്കറിയാം, ഈ തിരുവാഭരണത്തിൻ്റെ ഒരു ഐതിഹ്യം നമുക്കറിയാം. പന്തളം രാജാവ് തൻ്റെ പുത്രനായ മണികണ്ഠനെ രാജകുമാരനായി കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ വനത്തിലേക്ക് പോയിരുന്നു. ഞാനിനി ഇവിടെ ഉണ്ടാകും, എന്നെ കാണണമെങ്കിൽ ഇവിടേക്ക് എത്തൂ എന്ന് പറയുമ്പോൾ കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും രാജകുമാരനായി തൻ്റെ മകനെ കാണണമെന്ന രാജാവിൻ്റെ ആഗ്രഹമാണ് ഈ തിരുവാഭരണം ചാർത്തലിനെത്തിയത് എന്നാണ് സങ്കല്പം, എന്നാണ് ഐതിഹ്യം. ആ തിരുവാഭരണത്തിൻ്റെ പെട്ടിയിൽ തന്നെ ഒരു രാജകുമാരന് യോജിക്കുന്ന തരത്തിൽ രാജകുമാരനായിട്ട് മണികണ്ഠനെ കാണുവാൻ പന്തളം രാജാവ് നിർമ്മിച്ച ആഭരണങ്ങളാണ് അതിലുള്ളത്. ആ മുഖത്ത് തിരുമുഖം, അതായത് സ്വർണം കൊണ്ടുണ്ടാക്കിയ തിരുമുഖം, വിഗ്രഹത്തിന് മുഖത്ത് ചേർത്താനുള്ള തിരുമുഖം, അതുപോലെ തന്നെ നവരത്ന മോതിരം, മണിമാല, ശരപ്പൊളിമാല, എരിക്കിൻ പൂമാല, ചുരിക, വാൾ, സ്വർണ്ണത്തളിക, പ്രഭാമണ്ഡലം, ആന, പുലി, പൂർണ്ണ പുഷ്കലമാർ എന്നിവരാണ് എന്നീ ആഭരണങ്ങളാണ്, അല്ലെങ്കിൽ ഇതാണ് പ്രധാന പെട്ടിയിലുള്ളത്. 3 പെട്ടികളാണുള്ളത്. അതിൽ പ്രധാന പെട്ടിയിലുള്ളത് ഈ കാര്യങ്ങളാണ്. ഇതേ പെട്ടിയിലുള്ള ചുരുക പിടിച്ചുകൊണ്ടാണ് രാജപ്രതിനിധിയും 18ാം പടി കയറുക. മറ്റ് 2 പെട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ അത് മാളികപ്പുറത്തേക്കാണ് പോവുക. അത് മാളികപ്പുറത്തുള്ള ഉത്സവം, ഇനി കളമെഴുത്തുപാട്ടും അതുപോലെ എഴുന്നള്ളത്തും ഒക്കെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ള അഭിഷേകത്തിനുള്ള കലശത്തിനുള്ള കുടങ്ങളും സ്വർണ്ണക്കുടവും വെള്ളി എട്ടിയ ശംഖും പൂജാപാത്രങ്ങളും ഒക്കെയാണ് 2ാമത്തെ പെട്ടിയിലുള്ളത്. 3ാമത്തെ പെട്ടിയിൽ എഴുന്നള്ളിപ്പിൻ്റെ സാമഗ്രികളാണ്, കൊടികളാണ് ഉണ്ടാവുക. അങ്ങനെ ഈ 3 പെട്ടികളിലായിട്ട് ഉള്ള വസ്തുക്കൾ, തിരുവാഭരണത്തിനൊപ്പം പൂജയ്ക്ക് ആവശ്യമായ സാമഗ്രികളും അതുപോലെ എഴുന്നള്ളപ്പിന് ആവശ്യമായ സാമഗ്രികളൊക്കെ ആയിട്ട് പന്തളത്തു നിന്നുള്ള സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നു. ഇനി ഏതാനും നിമിഷം, 1 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് വളരെ വേഗത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു സമയം മാത്രമാണ്. വളരെ കാത്തിരിപ്പിൻ്റെ ഒരു മൂർധന്യത്തിലേക്ക് എത്തുകയാണ് സന്നിധാനം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. എവിടെ നോക്കിയാലും അവിടെയൊക്കെ തന്നെ കൈകൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന തീർത്ഥാടകർ, ഭക്തിയിൽ അവരുടെ ആ കാത്തിരിപ്പിന് ഇത്രയും ദിവസം ശബരിമലയിലെ മഞ്ഞും തണുപ്പും മഴയും എല്ലാം സഹിച്ച്, ചൂടുമെല്ലാം സഹിച്ച് ആ പരിമിതമായ സാഹചര്യത്തിൽ ഒരു പുതപ്പിന് കീഴിൽ മാത്രം, ഈ ഒരു പുതപ്പ് മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ അവർ ഈ കഷ്ടതയൊക്കെ സഹിച്ചുകൊണ്ട് ആ ദിവസത്തിന് വേണ്ടി, മകരവിളക്കിൻ്റെ ദർശനത്തിനായിട്ട് അവരുടെ കാത്തിരിപ്പ് അത് ഇനി അവസാനിക്കുവാൻ ഏതാനും സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ശബരിമല സന്നിധാനം ഭക്തിയുടെ നിറവിലേക്ക്, വിശ്വാസികളുടെ ആ കാത്തിരിപ്പിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ഒരു തിരുവാഭരണം ഏറ്റുവാങ്ങാനുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം, ദേവസ്വത്തിൻ്റെ സംഘം ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നു. ശരംകുത്തിയിൽ വെച്ച് ഏറ്റുവാങ്ങുന്നു. തുടർന്ന് 6:30 18ാം പടിയിലൂടെ തിരുവാഭരണവുമായി സംഘം തിരിച്ചെത്തുകയും കാത്തിരിക്കുന്ന ദീപാരാധന, തിരുവാഭരണഭൂഷിതനായ മണികണ്ഠ വിഗ്രഹം, അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ആ ഒരു ദർശനം, അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചും ഈ ശബരിമലയിലെ ദർശനം അവർക്ക് അവരുടെ ജന്മത്തിൽ ഒരിക്കൽ മാത്രം ആ ഭംഗിയോടെ ആസ്വദിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് പലരും കാണുന്നത്. കാരണം മാസങ്ങളോളം കാത്തിരുന്ന്, ദിവസങ്ങളോളം കാത്തുകെട്ടിക്കിടന്ന്, മണിക്കൂറുകൾ വരി നിന്ന് അവർ ഒരു നിമിഷത്തിൻ്റെ ഒരു നിമിഷാർത്ഥം മാത്രമായിരിക്കും അവർക്ക് ചിലപ്പോൾ ഈ വിഗ്രഹത്തിൻ്റെ ദർശനം കിട്ടുക. ആ ഒരു വിഗ്രഹത്തിൻ്റെ തന്നെ പല തരത്തിലുള്ള ഭാവങ്ങളുണ്ട്. നെയ്യഭിഷേകത്തിൻ്റെ സമയത്തുള്ള ദർശനം, അതുപോലെ കളഭാഭിഷേകത്തിൻ്റെ സമയത്തുള്ള മറ്റൊരു ദർശനത്തിൻ്റെ രൂപം, അതുപോലെ പുഷ്പാലങ്കൃതനായിട്ടുള്ള അയ്യപ്പ രൂപം, ഇതിനൊക്കെ അപ്പുറത്താണ് തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.